എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നേ രണ്ടിനെയും തീർത്ത് കളഞ്ഞേനെ. ബെറ്റി പേടിക്കണ്ട. പിന്നെ എന്റെ ഈ നീക്കം പ്രിയ അറിയരുത്. അവൾ അറിഞ്ഞാൽ പിടിതരില്ലെന്നുറപ്പാ. എനിക്ക് പേടി തോന്നുന്നു. ശബരിയെ വിളിച്ചു വരുത്തി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ? എന്ത് സംഭവിച്ചാലും തന്നെ അത് ബാധിക്കില്ല. ആ ഉറപ്പ് തന്നാ പോരെ. താൻ ചെല്ലേ, ഞാൻ വീട്ടിലേക്ക് പോവാം. അഞ്ജലി, എഴുന്നേക്ക്. ഇന്ന് ഇത്ര നേരമായിട്ടും ഒന്നും കഴിച്ചില്ലല്ലോ. ദാ ഇത് കുടിക്ക്. എനിക്ക് വിശപ്പില്ല ചേച്ചി. ഇപ്പോഴേ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാ പോരാ, കുഞ്ഞിന്റെ കാര്യത്തിലാ ശ്രദ്ധ വേണ്ടത്. കുടിക്കഞ്ജലി. താഴെ തിരക്കിട്ട ചർച്ചകളും ഫോൺ വിളി നടക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷിക്കേണ്ട വാർത്തയാ കേട്ടത്. ഓരോരുത്തരുടെ മുഖം കണ്ട ഇവിടെന്തോ അത്യാഹിതം നടന്ന പോലെയുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊരു അത്യാഹിതം തന്നെയല്ലേ? എങ്കിലും സുധിക്കല്ലേ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നത്. യമുനേച്ചിയും പ്രതാപേട്ടനും എത്ര നാളായി ഇങ്ങനൊരു ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സുധിയോടുടനെ വീട്ടിലെത്താൻ അമ്മ അന്ത്യശാസനം കൊടുത്തതായി അറിയാൻ കഴിഞ്ഞു. സുധിയുടെ വരവും കാത്തിരിക്കുക എല്ലാരും. അതിനുവേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. അഞ്ജലിയെ സുധി വിളിച്ചിട്ട് എന്തു പറഞ്ഞു? ഉടനെ പുറപ്പെടുമെന്ന് പറഞ്ഞോ? കുറച്ച് താമസം ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞത്. സുധിയേട്ടൻ വൈകിയ എല്ലാരും കൂടി എന്റെ കഥ കഴിക്കും. കുഞ്ഞ് സുധിയേട്ടന്റേതല്ലെന്നുള്ള ആരോപണമായിട്ട് യമുനേടത്തി രംഗത്ത് വന്നു കഴിഞ്ഞു. മനസാക്ഷിയില്ലാതെ പെരുമാറാൻ ഇവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു? എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറയുമെന്ന ഇപ്പൊ എന്റെ ഭയം. കുഞ്ഞ് സുധിയേട്ടനതല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത നീക്കം അതിനായിരിക്കും. സുധി വന്നോട്ടെ. കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് സുധി തീരുമാനിച്ചോളൂ. സുധിയുടെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ? അമ്മയിലും ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു. അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. മറ്റ് ഭാര്യാഭർത്താക്കന്മാരെ പോലെ അല്ലല്ലോ ഞങ്ങൾ കഴിഞ്ഞത്. നമ്പാട്ടമ്മയിൽ ഷോക്ക് വരാൻ കാരണമതാ. പക്ഷേ അഞ്ജലിയെ ഒരു സംശയം അമ്മയ്ക്കില്ല. അഞ്ജലി സന്തോഷത്തോടെ ഇരിക്കെ. ഇവിടെ ആരുടെയും ദുർമുഖം കണ്ടായി ഭാവിക്കേ വേണ്ട. സുധി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അതോടെ അഞ്ജലിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ഇത് കുടിക്കേ. സുധിയോട് അഞ്ജലി വിവരം പറഞ്ഞിട്ടില്ലെന്നുള്ളത് ഉറപ്പമ്മേ. അല്പം മുമ്പ് സാന്ദ്ര അവനെ വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുത്തു. എടുത്തെന്ന് മാത്രമല്ല, വളരെ സ്നേഹത്തിൽ അവളോട് സംസാരിച്ചത്. അതോടെ സുധിയിലുള്ള സാന്ദ്രയുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറി. അവൾ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. അമ്മ എന്തോ അത്യാവശ്യമായിട്ട് അവനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. കാര്യം നിനക്കറിയാവോന്ന് അവൻ സാന്ദ്രയോട് ചോദിച്ചത്രേ. അവനത് മനസ്സിലാക്കിയെങ്കിൽ അവളോട് കാര്യം അന്വേഷിക്കുവോ? അങ്ങനെയെങ്കിൽ സുധി അവളെ വിളിച്ചിട്ടുണ്ടാവില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അവക്ക് ഈ വിവരം അവനോട് പറയാനുള്ള ധൈര്യം ഇല്ലെന്നല്ലേ? ഒരു പെണ്ണിന് വിശേഷം ഉണ്ടായാലേ അവൾ അത് ആദ്യം അറിയിക്കുന്നതേ അവളുടെ ഭർത്താവിനെയല്ലേ. അവളെ വിളിച്ചിട്ട് അവനെ കിട്ടിയില്ലെങ്കിലോ? അമ്മ വിളിച്ചപ്പോഴും സാന്ദ്ര വിളിച്ചപ്പോഴും അവനെ കിട്ടി. അവള് മാത്രം വിളിക്കുമ്പോ അവനെ കിട്ടിയില്ലെന്ന് പറയുന്നതേ വലിയ തമാശയാ കേട്ടോ അമ്മേ. അമ്മേ, സുധി നിരപരാധിയാ. എന്റെ പേടി സുധി കൈ ഒഴിയുമ്പോ അവള് വേറെ ആരുടെയും പേര് പറയുമെന്നുള്ളതാ. ഇനി അവൻ പ്രതാപേട്ടന്റെ പേരെങ്ങാനും വെറുതെ പറഞ്ഞാലേ
അമ്മേ, എന്തായിരിക്കും ഈ കുടുംബത്തിന്റെ അവസ്ഥ? ആരോ വന്നല്ലോ. ആ യമുനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. സുധിക്ക് എന്ത് പറ്റിയെന്ന ചിന്തയിലായിരുന്നു ഞങ്ങള്. പറ്റിയ ശ്രുതിക്കല്ല, നമുക്കാ. ഇപ്പൊ നടക്കുന്ന എന്താണെന്ന് അമ്മയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അവൻ ഒളിച്ചു കളിക്കുക അമ്മേ. ശ്രുതി വിവരം അറിഞ്ഞു കഴിഞ്ഞു. എങ്ങനെ? അഞ്ജലി വിളിച്ച് അവനോട് പറഞ്ഞു. ഉടനെ ശ്രുതി രംഗത്ത് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും അമ്മയ്ക്ക് വേണ്ട. അവന്റെ കൂടെ ചെന്നൈക്ക് പോയ സുഗതം മടങ്ങി വന്നു. അവളുടെ കുഞ്ഞ് അവന്റെതാ. നീ എന്തായി പറയുന്നത്? സത്യവാമേ, നമ്മളെ ഫേസ് ചെയ്യാൻ അവന് കഴിയില്ല. അഞ്ജലിയെ തള്ളി പറയാനും അവന് പറ്റില്ല. ചെകുത്താനും കടലിനും ഇടയ്ക്കെന്നുള്ള അവസ്ഥയിലാ അവൻ. ഈ സത്യം നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി. അതിനാ യമുനെ ഞാൻ ഒഴിവാക്കിയത്. സുധി എവിടുണ്ടെന്ന് കണ്ടുപിടിക്കാനും അവനെ വാച്ച് ചെയ്യാനും എനിക്ക് കഴിയും. അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. ഈശ്വര, ആ പെണ്ണ് പറഞ്ഞത് സത്യമാണോ? അവൻ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞപ്പോ തന്നെ സത്യം അതാണെന്ന് നമുക്ക് ഊഹിച്ചുകൂടെ? ഒന്നോർത്താൽ അവൻ ഇങ്ങോട്ട് ഇപ്പൊ എത്താത്തത് നമ്മുടെ ഭാഗ്യമെന്ന് വേണം കരുതാൻ. സാന്ദ്രയോട് എന്ത് പറയും ഈശ്വര? സാന്ദ്രയ്ക്ക് ഇപ്പോഴും അവന് വിശ്വാസമാ. ആ വിശ്വാസം നിലനിർത്തിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അവൻ തിരിച്ചെത്തുമ്പോഴേക്കും നമ്മട്ടെ അന്തരീക്ഷം കലങ്ങി തെളിഞ്ഞിരിക്കണം. സാന്ദ്രയോട് അവൻ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും അമ്മ സമാധാനപ്പെട്, നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. സുധിയെ കണ്ടില്ലല്ലോ. അവൻ ബാംഗ്ലൂരിലേക്ക് പോയി. അവൻ തിരിച്ചെത്തുന്നവരെ കാത്തിരിക്കേണ്ട. ആ പെണ്ണിന്റെ അബോർഷൻ നടത്തി അവളെ വീട്ടിൽ കൊണ്ടുവിടും. അതൊക്കെ നടന്നിട്ട് നടന്നെന്ന് പറഞ്ഞാ മതി. നടത്തിയിരിക്കും. ഉപേന്ദ്രനാ തീരുമാനിച്ചിരിക്കുന്നത്. അഞ്ജലി, സുധി ഇങ്ങോട്ട് വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എനിക്കാകെ ഭയം തോന്നുക ചേച്ചി. എല്ലാരും കൂടെ ഫോണിൽ വിളിച്ച് സുധിയേട്ടന്റെ സമനില തെറ്റിക്കുമെന്ന എന്റെ പേടി. അതിന് മാത്രം എന്ത് തെറ്റാ സുധി ചെയ്തത്? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരെ നേരിടാൻ സുധിയേട്ടന് ബുദ്ധിമുട്ട് തോന്നുന്നത് സ്വാഭാവികമല്ലേ ചേച്ചി? സമയമാവുമ്പോ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങാന്ന് പറഞ്ഞല്ലേ അമ്മ ഞങ്ങളെ 2 മുറിയിലാക്കിയത്. ഓ, വലിയ കാര്യമായിപ്പോയി. അഞ്ജലി, ആവശ്യമില്ലാത്ത കാര്യങ്ങളോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞോ? ഇല്ല. ഒരു സന്തോഷ വാർത്ത ഉണ്ടായിട്ട് ആദ്യം അറിയിക്കേണ്ടത് സ്വന്തം വീട്ടിലല്ലേ? ഇവിടെയുള്ളവരുടെ മട്ടും ഭാവവും കാണുമ്പോ മനസ്സിന് ഒരു ധൈര്യമില്ല. വിവരമറിഞ്ഞ് അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരട്ടെ. അഞ്ജലിയുടെ വീട്ടിൽ വിവരം അറിഞ്ഞെന്ന് ഇവിടെ ഉള്ളവരെ കൂടെ അറിയിച്ചു കൊടുക്കുന്നത് നല്ലതല്ലേ? സുധിയേട്ടൻ വരാതെ ഞാൻ ഈ കാര്യം വീട്ടിൽ പറയില്ല. സുധിയെ അഞ്ജലിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ? വിശ്വാസക്കുറവ് കൊണ്ടൊന്നുമല്ല. പക്ഷേ അമ്മയ്ക്കും ഏട്ടന്മാർക്ക് മുമ്പിൽ സുധിയേട്ടൻ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കിപ്പോഴും ഒരു നിശ്ചയമില്ല. കുഞ്ഞിനെ വേണ്ടാന്ന് അവരൊരു തീരുമാനമെടുത്താൽ എതിർത്ത് നിൽക്കാൻ സുധിയേട്ടന് കഴിയൂ എന്ന ഭയവും എനിക്കുണ്ട്. കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ സുധിയേട്ടൻ. എന്നെ ഇനിയും കണ്ണീര് കുടിപ്പിക്കരുതെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇതെന്ത് പടാ? ഹലോ അഞ്ജലി മാഡം, എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? വിശേഷം എന്തുണ്ടെന്ന് ചോദിച്ചാ ഉണ്ട് മാഡം. ഞാനിപ്പോ പ്രഗ്നന്റാ. ഹാപ്പി ന്യൂസ് ആണല്ലോ. എത്ര മാസമായി? 2. അല്ല,
നമ്പാട്ടമ്മയുടെ മനോഭാവമൊക്കെ മാറിയോ? ആർക്കും ഒരു മാറ്റവും ഇല്ല മാഡം. സുധി എന്ത് പറയുന്നു? സുധിയേട്ടനിപ്പോ ചെന്നൈയിലാ. ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഒരു വിവരമില്ല. കടന്നു കളയേണ്ട കാര്യമൊന്നും അവനില്ലല്ലോ. എപ്പോഴായാലും വീട്ടിലേക്ക് വരേണ്ടതല്ലേ? എന്റെ സംശയം മറ്റൊന്നാ. സുധിയേട്ടനെ എല്ലാരും കൂടി മാറ്റി നിർത്തിയതാവും. എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ ഒരു ആവശ്യമെന്ന് കണ്ടാൽ ഞാൻ വരാനും മടിക്കില്ല കേട്ടോ. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതി വന്നാൽ അഞ്ജലി എന്നെ വിളിക്ക്. പിന്നെ ആ വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. ഞാൻ വിളിക്കാം മാഡം. എനിക്കിനി ഈ വീട്ടിൽ ജീവിക്കണമെന്നില്ല. എന്റെ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയാൽ മതി. എനിക്ക് എന്റെ കുഞ്ഞിനെ പ്രസവിക്കണം മാഡം. അതിനെ വളർത്തണം. അതിൽ കവിഞ്ഞ് ഒരു പ്രതീക്ഷ എനിക്കില്ല. അറിയാലോ അവിടുത്തെ 2 ഏട്ടത്തിമാരുടെ സ്വഭാവം. സൂക്ഷിച്ചു വേണം കഴിയാൻ. അവരെന്തും ചെയ്യും. ഇതുവരെയുള്ള എന്റെ ജീവിതം കൊണ്ട് എനിക്കത് ബോധ്യമായി. അഞ്ജലി ധൈര്യമായിരിക്കും. ഇപ്പൊ ഒരു ധൈര്യം തോന്നുന്നു മാഡം. തനിച്ചല്ലെന്നൊരു തോന്നൽ. എന്നാ ഞാൻ വെക്കട്ടെ. ഗുഡ് നൈറ്റ് മാഡം. അഞ്ജലി ആന്റി എന്താ പറഞ്ഞത് മമ്മി? അഞ്ജലി ആന്റിക്ക് ഒരു വാവ വരാൻ പോവാന്ന്. നമുക്ക് വാവയെ കാണാൻ പോയാലോ? പോവാം. ഇപ്പോഴല്ല, വാവ വരട്ടെ. ആ നീ ഒന്ന് നിന്നേ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നുകയും ചെയ്തു. നീ എന്നോട് ക്ഷമിക്കുക. കുറച്ച് മോശമായിട്ടൊക്കെ ഞാൻ നിന്നോട് പെരുമാറിയിട്ടുണ്ട്. സുധി ഒരു ആണത്വമില്ലാത്തവനാണെന്ന് കരുതിയ ഞാൻ സാഹചര്യം മുതലെടുക്കാൻ ഒരു ശ്രമം നടത്തിയത്. അവനിപ്പം ഒരാണാണെന്ന് തെളിയിച്ചല്ലോ. ഇനി മോശമായിട്ടൊരു നോട്ടം പോലും എന്നിൽ നിന്നുണ്ടാവില്ല. നീ എൻ്റെ അനുജന്റെ ഭാര്യ. അതിൻ്റെ നിലയും വിലയും നിനക്ക് ഞാൻ തിരികെയും ചെയ്യും. എന്നോടുള്ള ദേഷ്യമൊക്കെ ഇപ്പം മാറിയില്ലേ? ഞാനൊരിക്കലും പ്രതാപേട്ടനെ വെറുത്തിട്ടില്ല. എന്റെ വിധിയോർത്ത് വേദനിച്ചിട്ടേ ഉള്ളൂ. എന്റെ മനസ്സിൽ എന്നും ഒരു ഏട്ടന്റെ സ്ഥാനത്തായിരുന്നു പ്രതാപേട്ടൻ. അക്കാര്യത്തിൽ ഇനിയും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എന്നും നിന്റെ ചേട്ടൻ തന്നെയായിരിക്കും ഞാൻ. സുധിയേട്ടൻ വരുമ്പോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എന്ത് സംഭവിക്കാനാ? അവൻ വാക്കുമാറില്ലെന്ന് നിനക്കുറപ്പില്ലേ? സുധിയേട്ടന് വാക്ക് മാറാനാവില്ല. എന്നെ തള്ളി പറയാനും ആവില്ല. എങ്കിൽ നമ്പാട്ട് നിങ്ങൾക്കെതിരെ ഒരു ശബ്ദവും ഉയരില്ല. ഉയർന്നാൽ ഈ പ്രതാപൻ അത് അടിച്ചമർത്തിയിരിക്കും. പിന്നെ നിങ്ങളെ പുറത്താക്കാനാണ് തീരുമാനമെങ്കിൽ കൂടെ ഞാനും ഉണ്ടാകും. ഇനി നിങ്ങൾക്കെതിരെ ഇവിടെ ഒരു ചെറുവിരൽ പോലും ചലിക്കില്ല. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇനിയുള്ള കാലം ഇവിടെ ജീവിക്കണം. ഹലോ ബെറ്റി. ശബരി എവിടുണ്ട്? ഞാൻ സിറ്റിയിൽ തന്നെ ഉണ്ട്. പിന്നെ പ്രിയ ബെറ്റി കണ്ടോ? ഈ ഒളിച്ചുകളി അധികകാലം നീണ്ടുപോകില്ല എന്ന് ബെറ്റി അവളോട് പറയണം. അത് പറയാനാ ഞാൻ വിളിച്ചത്. പ്രിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? അതെന്നോട് പറഞ്ഞില്ല. ഇപ്പൊ ഫോണിൽ വിളിച്ചാ സംസാരിച്ചത്. അവൾക്ക് ശബരിയോട് ചില കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. ശബരിയോട് ഇപ്പൊ വീട് വരെ ഒന്ന് ചെല്ലാനാ പറഞ്ഞത്. സത്യമാണോ? അതെ, ശബരി അങ്ങോട്ടൊന്ന് ചെല്ലി. ഓക്കെ, ഞാൻ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു. ബെറ്റി വിളിച്ച് പറഞ്ഞേക്കും. കർത്താവേ, ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ഒരു രൂപവുമില്ല.
കൃഷ്ണേട്ടൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ. ചൂണ്ടയെറിഞ്ഞ് ഞാൻ വരുത്തിയതാ. കൃഷ്ണേട്ടൻ വാതിൽ തുറന്നു കൊടുക്കുക. ആരാ? ശബരിനാഥ്. പ്രിയ മാത്രമേ ഇവിടെ ഉള്ളെന്ന് വിശ്വസിച്ച് പാഞ്ഞു വന്നതാ. എന്താ നിന്റെ ഉദ്ദേശം? എല്ലാത്തിനും ഒരു അവസാനമുണ്ടാവാൻ കൃഷ്ണേട്ടൻ ആഗ്രഹിച്ചല്ലേ, അതിന്നിവിടെ സംഭവിക്കും. അവന് തീരെ ക്ഷമയില്ല. കൃഷ്ണേട്ടൻ ആ വാല് തുറക്കണം. എന്താ? പ്രിയെ കാണാനാണ് ഞാൻ വന്നത്. പ്രിയെ വിളിച്ചിട്ടാ വന്നത്. ആ ശരി, കയറി വാ. വെൽക്കം മിസ്റ്റർ ശബരിനാഥ്. ശബരി എന്നെ ഇവിടെ തീരെ പ്രതീക്ഷ കാണില്ല അല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടോ എനിക്കെന്താ? പ്രിയ ക്ഷണിച്ചിട്ടാ ഞാൻ വരുന്നത്. കൃഷ്ണേട്ടാ, ഓ, ശബരിയെ ക്ഷണിച്ച ആളെ ഇങ്ങോട്ടൊന്ന് വിളിച്ച. ഞങ്ങളെപ്പോലുള്ളവർ വിയർപ്പൊഴുക്കി കാശുണ്ടാക്കുന്നു. ശബരിയെപ്പോലുള്ളവർ വലയെറിഞ്ഞ് പണം കോരുന്നു. മനസ്സിലായില്ല. 1/2 കോടിയല്ലേ എന്റെ ഭാര്യയെന്ന് അടിച്ചെടുത്തത്. കാശിന് മാത്രം വേണ്ടി ജീവിക്കണമെങ്കിൽ തന്നെ പോലെ ജീവിക്കണം. പക്ഷെ ആണായി പിറന്ന എല്ലാവർക്കും ഇതിന് കഴിയില്ലല്ലോ. ഞാനും പ്രിയയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയില്ല. ശബരി പറഞ്ഞത് ശരിയാ, എനിക്കറിയില്ല. ആ, പ്രിയ വന്നല്ലോ. ഇനി ശബരിക്ക് ആ ബന്ധത്തെപ്പറ്റി വെളിപ്പെടുത്താലോ. എനിക്കറിയാത്ത പ്രിയയും ശബരിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെപ്പറ്റി. ശബരി പറയൂ. ഇനിയും ഈ നീൾനാടകം നീണ്ടുപോവാൻ പാടില്ല. എന്റെ ഭാഗം സുതാര്യമാണ്. സംസാരിക്കേണ്ടത് നിങ്ങളാണ്. എനിക്കറിയാം രവി ചിലതൊക്കെ ഊഹിച്ചിട്ടുണ്ടെന്ന്. രവി അറിഞ്ഞതും കേട്ടതും ഒക്കെ സത്യമാണ്. അച്ഛന്റെ ശാഠ്യത്തിന് വഴങ്ങി രവിക്ക് മുന്നിൽ കഴുത്ത് നീട്ടിത്തരുമ്പോഴും ശബരിക്കൊപ്പം ഒരു ജീവിതം ഞാൻ മോഹിച്ചിരുന്നു. വിവാഹാനന്തരമുള്ള കാര്യങ്ങളൊക്കെ രവിക്കറിയാലോ. രവിയിൽ നിന്ന് അകന്നു പോകാനുള്ള ശ്രമങ്ങളായിരുന്നു എന്നിൽ നിന്നുണ്ടായതെല്ലാം. പ്രിയയ്ക്ക് ഇവനിൽ ഒരു കടപ്പാടുണ്ടാവാനുള്ള കാരണം എന്താ? 3 മാസം മുൻപ് വരെ ശബരിയെ ഞാനൊരു വിട്ടുവേഷം കെട്ടിച്ചു. അതിനുള്ള നഷ്ടപരിഹാരവും താൻ കൊടുത്തു കഴിഞ്ഞല്ലോ. 50 ലക്ഷത്തിന്റെ കണക്കൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. തന്റെ കുഞ്ഞമ്മ തന്നെ അതൊക്കെ പാടി നടക്കുന്നത്. തന്റെ ഇനിയുള്ള നിലപാടുകളാ എനിക്കറിയാം. നിങ്ങൾക്കിടയിൽ ഒരു കോമാളിയാവാൻ ഇനി എനിക്ക് പറ്റില്ല. ഇനി എന്തിനു പ്രിയ പിന്നോട്ട് പോണം? താലിമാല അഴിച്ചു കൊടുത്തിട്ട് ഇറങ്ങ. ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് നീ എന്നറിയാൻ ഞാൻ വൈകിപ്പോയി. ഒരു സ്ത്രീയുടെ മനസ്സെന്താണെന്ന് നിന്നെ പോലുള്ള പുരുഷന്മാർക്ക് ഒരു കാലത്തും മനസ്സിലാവില്ല. നിന്റെ കൂടെ ഞാൻ വന്നിട്ട് എന്ത് സ്വർഗം നേടാനാ? ഞാനിപ്പോ അനുഭവിക്കുന്ന സമാധാനം തരാൻ നിനക്ക് കഴിയോ? പ്രിയ, നീ കഴിയില്ല. നിന്റെ മനസ്സിലെ പ്രിയ അല്ല ഞാനിന്ന്. ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഇവിടെ വെച്ച് നിനക്ക് എന്നെ തകർത്ത് കളയാൻ പറ്റും. ഒരു സ്ത്രീയുടെ മാനം കെടുത്തുന്ന എന്ത് അപരാധവും വിളിച്ചു പറയാം. നീ അത് ചെയ്തിട്ട് പോ. പക്ഷെ നിന്റെ കൂടെ ഞാൻ വരില്ല. അതിനേക്കാൾ എത്രയോ ഭേദമോ മരണം. എനിക്കെതിരെ തൊടുത്തുവിടാൻ നീ കരുതിയിരിക്കുന്ന അവസാനത്തെ അമ്പ് എന്താണെന്ന് എനിക്കറിയാം. എന്റെ മോളുടെ പിതൃത്വം. ഇതേ പ്രയോഗം പണ്ട് കുഞ്ഞമ്മയും എന്നോട് പ്രയോഗിച്ചു. പ്രിയ ഓർക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് പ്രിയ ഉണ്ണിമോളെ ബലമായി പിടിച്ചുകൊണ്ട് പോയപ്പോ അവളെ തിരിച്ചെടുക്കാൻ ഞാൻ ആ വീട്ടിൽ വന്നിരുന്നു. ഉണ്ണിമോക്കൊരു അവകാശമുണ്ടെന്ന് കുഞ്ഞമ്മ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഈ അവതാരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
ശബരി, വിവാഹത്തിന് മുമ്പുള്ള പങ്കാളിയുടെ ഇന്നലകളെ കുറിച്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല. വിവാഹത്തിന് ശേഷമാണ് പരസ്പര വിശ്വാസത്തോടെ ജീവിക്കേണ്ടത്. ഒരിക്കൽ ഞാനിത് തന്നോട് സൂചിപ്പിച്ചിരുന്നു. ഉണ്ണിമോളിൽ ഒരവകാശം ഉന്നയിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. കാരണം അവൾ എന്റെ മകളാണെന്ന്, എന്റെ രക്തമാണെന്ന് എനിക്കുറപ്പുണ്ട്. വിവാഹം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ ഭാര്യ ഗർഭിണിയാവുന്നത്. ഈ 4 മാസത്തിനുള്ളിൽ എന്റെ ഭാര്യ എന്നോടൊപ്പം തന്നെയായിരുന്നു. തനിക്കിനിയും പൊട്ടിക്കാൻ ബോംബുകൾ ബാക്കിയുണ്ടെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ പ്ലീസ്. എല്ലാം അറിഞ്ഞിട്ടും എന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. എന്തിനായിരുന്നു താൻ തന്റെ മനസ്സിനെ വെണ്ണീറാക്കിയത്? നിനക്ക് എന്നോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് അഗ്നിയിലുരുകിയ തങ്കം പോലെ പരിശുദ്ധമാവട്ടെ എന്ന് ഞാനും കരുതി. പ്രിയ, ഇപ്പൊ നിങ്ങളുടെ സ്നേഹത്തിന് 10 മാറ്റം.